അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിലുണ്ടായാൽ ആ സമൂഹം എന്നെന്നും കാവലിലാണ്. അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ്. ആ പ്രവാചകർ വഫാത്തായാൽ പോലും ആ സമൂഹത്തിന് കാവലുണ്ട്. ആ പ്രവാചകന്റെ തിരുസുന്നത്ത് ഹയാത്താക്കുന്നതിലൂടെ, സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നതിലൂടെ. ഈ റബീഉൽ അവ്വൽ മാസം വന്നിട്ട് ഒരു 10 സുന്നത്തെങ്കിലും നമ്മൾ മുറുകെ പിടിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയുള്ള ജീവിതമാകണം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. ആ പ്രവാചകരുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നതാകുന്ന വ്യക്തികളായി നമ്മൾ മാറണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദ് അവറുകൾ എന്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവിടുത്തെ അൽ മവാഹിബിൽ ജലിയിൽ കുറിച്ചിട്ട വരികള് എന്ത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ നമ്മുടെ വീട്ടിലും ആലപിക്കണേ, ആലപിക്കണേ. കാരണം ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ആ പ്രവാചകന്റെ അവതാരങ്ങൾ ചൊല്ലണേ. ഗദ്യപദ്യ സമ്മിശ്രമായി പരിപൂർണമായി വീട്ടിലും പാരായണം ചെയ്യണേ. അതിനാൽ എല്ലാ മുസീബത്തുകളും നിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാകുന്നതാണ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് പരിപൂർണമായി സംരക്ഷണം ലഭിക്കുന്നതാണ്. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്മാരുടെ ശല്യമില്ലാതെ വരുകയാണ്. പരിപൂർണമായി ദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടുകയാ. സാമ്പത്തികമാകുന്ന ഐശ്വര്യം നിന്റെ കുടുംബത്തിലേക്ക് അല്ലാഹു നൽകുകയാണ്. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. എല്ലാവിധ തീപിടുത്തങ്ങളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, കെടുതികളിൽ നിന്ന്, കണ്ണീറുകളിൽ നിന്ന്, അസൂയയിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും അല്ലാഹു നിനക്ക് കാവൽ നൽകുമേ. ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചാൽ, മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്താൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിലെ മൗലിദ് ഓതി എത്ര പേരുണ്ട്? ഒന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ. 4 പേര്, 5 പേര്. അവാർഡ് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കിയുള്ളവരൊക്കെ പള്ളിയിൽ ചീരടി നല്ല റാഹത്തായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയിലെ ഏത്തക്കായിലിട്ട് പിടിക്കുകയാണ്. പഴം അല്ലെങ്കിൽ നല്ല സമൂസ, നല്ല ബിരിയാണി, കിഴി പൊറോട്ട, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളിരിക്കും. ആദ്യം പോയി ഇതൊക്കെ ഐശ്വര്യം നമ്മുടെ വീടുകളിൽ ഇല്ലാതായി പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നാളത്തെ ഒരു ദിവസമെങ്കിലും ശരിക്കും ഓതി. നാളെ മാത്രം കൊണ്ട് ഒതുക്കാനല്ല, എങ്കിലും ആ പ്രവാചകന്റേതാകുന്ന ജന്മത്തിന്റെ രാവ് പരിഗണിച്ചിട്ടെങ്കിലും നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇതൊരു നിസ്സാരമായ കാര്യമല്ല, വലിയ അമലാണ് മൗലിദ് കഴിക്കുക എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ തന്നെ വരികൾ കടമെടുത്തു പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് വിപുലമായ മൗലിദ് സൽക്കാരം. വിപുലമായ മൗലിദ് സൽക്കാരം. മൗലിദ് മലിക്കുൽ മുളഫർ ധീരനായൊരു രാജ
രാജന ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠനാ. മൗലിദ് കഴിക്കാൻ രാജനന്തുത്സാഹമാ. മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. ബഹുമാനപ്പെട്ടതായ മുളഫർ രാജാവ് ഹിജറ 300 ജനിച്ചതായ വ്യക്തിത്വമാണ്. 300 കാലഘട്ടത്തിലുള്ളതായ സമുന്നതായ വ്യക്തിത്വമാണ്. അവിടുന്ന് വിശുദ്ധമാക്കപ്പെട്ട മൗലിദ് കർമ്മം കഴിക്കുകയാണ്. എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസമെത്തിയാൽ വലിയ സന്തോഷമാണ്. ഇർബൽ ഭരിച്ചിരുന്നതായ രാജാവാണ്. 3 ലക്ഷം സ്വർണ്ണ നാണയം ഉപയോഗിച്ചിട്ടാണ് മൗലിദ് സദസ് നടത്തലത്രേ. മൗലിദ് സദസ് നടത്താൻ എത്ര പൊന്ന്? എത്രയാ? 3 ലക്ഷം പൊന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഫാൻ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരെ, റബീഉൽ അവ്വൽ വന്നാൽ മുത്തുനബിക്ക് വേണ്ടി ചെലവഴിക്കാൻ ഏത് വ്യക്തിയും തയ്യാറാവും. എല്ലാവരും തയ്യാറാകും. കാരണം എന്തുകൊണ്ട്? അവന്റെ സ്വന്തം ശരീരത്തെക്കാളും മാതാവിനേക്കാളും പിതാവിനേക്കാളും സഹോദരനേക്കാളും മക്കളെക്കാളും മരുമക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും കച്ചവടത്തെക്കാളും അവന്റെ ജീവിതത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയ സർവ്വ സമ്പാദ്യത്തെക്കാളും ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കാതെ യഥാർത്ഥ മുഅ്മിനാവൂല. അതാണ് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകർക്ക് എന്തും ചെയ്യാൻ തയ്യാറാകും. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പറഞ്ഞത് ആ ചരിത്രം വിശദീകരിച്ച് തഴവ ഉസ്താദ് പറയാൻ ശ്രദ്ധിക്കണേ, അതുപോലെ ശ്രദ്ധിക്കും. മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000 പൊരിക്കുന്നതാണേ, കോഴിയും 10000. മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000 പൊരിക്കുന്നതാണേ, കോഴിയും 10000. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം. 1,30,000 പ്ലേറ്റുകളിൽ വ്യത്യസ്തങ്ങളാകുന്ന മധുര പലഹാരങ്ങൾ, അലുവ. അപ്പൊ എത്ര ആളുണ്ടെന്ന് ഓർക്കണം. 1,30,000 പാത്രത്തിൽ അലുവ. അപ്പൊ ആളുടെ എണ്ണം അതിന്റെ ഇരട്ടിയാണ്. കാരണം നമ്മുടെ മൗലിദിന്റെ സദസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് കൊടുക്കും? ചീരണി കൊണ്ട് കൊടുക്കും, അല്ലേ? അത് ആളുടെ എണ്ണം കണ്ടിട്ടാണോ പ്ലേറ്റ് എടുക്കുന്നത്? അല്ല, പിന്നെ അങ്ങനെയാണ്. കാരണം എല്ലാവർക്കും എത്തിച്ചാൽ മതി. ഇതിനകത്ത് സാധനം ഇഷ്ടം പോലെ ഉണ്ട്. വലിയ തളികയാണ്, വലിയ തളിക രാജാവ് കൊടുക്കുന്ന തളികയാണ്. ആ തളിക തന്നെ എത്ര എണ്ണം ഉണ്ട്? 1,30,000 എണ്ണം ഉണ്ട്. അപ്പൊ ആളുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ഇനി പോട്ടെ, 1,30,000 തളികയിൽ ഓരോ തളിക ഒരാൾക്ക്, എന്നാൽ തന്നെ എത്രയായി? 1,30,000 പേര് പങ്കെടുക്കുന്ന മൗലിദ് സദസ്സ് ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെയല്ല എങ്കിലും അങ്ങനെ തന്നെ കൂട്ടിക്കും. 5000 ആടിനെ ഇറക്കും, 10,000 കോഴി ഇറക്കും എല്ലാ വർഷവും. നമ്മുടെ ഇന്ന് നടക്കുന്നുണ്ടോ ലോകത്തെവിടെയെങ്കിലും ആ രീതിയിൽ? 5000 ആടും 10,000 കോഴി മറക്കാണ് എല്ലാ വർഷവും മൗലിദ് നടത്തുക. റബീഉൽ അവ്വൽ വരുമ്പോ എന്തിനാ ഇവിടെ ചോറ് വെച്ചു കൊടുക്കുന്നത്, എന്തിനാ ഈ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നവർ പഠിക്കേണ്ടതാ. മുൻഗാമികൾ നടത്തിയിട്ടുള്ളതാകുന്ന പരിപാടി അത് വെച്ച് നോക്കുമ്പോ നമ്മൾ വളരെ കുറവാണ്. നമ്മൾ എത്ര ആടിനിറക്കും? പോത്തിന്റെ ഒരു തുട കിട്ടിയാലായി, വലിയ കിട്ടല. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ആട് ആരെങ്കിലും കൊടുത്താൽ വലിയ ഇഷ്ടമാണ്, ക്യൂ നിന്ന് വാങ്ങിച്ചോളാം. 5000 ആടും 10,000 കോഴി മറത്തിട്ടുള്ള ചെറിയ പരിപാടി, ചെറിയ മൗലിദ് പരിപാടി എല്ലാ വർഷവും. എന്നിട്ടോ സൂഫിയാക്കളും ഔലിയാക്കന്മാരും മഹാന്മാരാകുന്ന മഹത്തുക്കളും ഉസ്താദുമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ സദസ്സാണ്. സൂഫിയാക്കൾ അനവധി ഹാജറുണ്ടതിലെന്ന്. ഒരുപാട് സൂഫികൾ, അക്കാലഘട്ടത്തിലുള്ള എല്ലാ സൂഫികളെയും ക്ഷണിക്കും.
എന്നിട്ട് അവർക്കൊക്കെ പ്രത്യേകമായി ബഹുമാനം കൈമടക്കം കൊടുത്തിട്ട് വിടുക. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്, വെറുതെ പറയല്ല. പ്രത്യേകമായി സമ്മാനം കൊടുക്കും. ഈ വരുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായി സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വിടുക. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്നാ പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ. 3 ലക്ഷം സ്വർണ്ണ നാണയമാണ് എല്ലാ വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നത്. 3 ലക്ഷം രൂപ അല്ല, പിന്നെ 3 ലക്ഷം സ്വർണ്ണ നാണയം. അല്ലാഹ് മനസ്സിലാക്കണം. അപ്പൊ എന്തായിരിക്കും ആ സദസ്സ്? ചിലരിപ്പോ കരുതുന്നുണ്ട് അന്ന് ജനിച്ചാൽ മതിയായിരുന്നു, ഒരാടിന്റെ പുറകെങ്കിലും കിട്ടിയാന് എന്ന് കരുതുന്നവരുണ്ട്. ഇതെന്നാ നടന്നത്? ഹിജറ 300-ല്. സുബ്ഹാനല്ലാഹ്. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്. എന്ത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാ. മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജറ 300-ന് ശേഷം വന്നതാ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള വിപുലമായ കഴിക്കൽ 5000 ആടും 10000 കോഴിയും ഒക്കെ അറുത്ത് 1,30,000 പാത്രങ്ങളിൽ അലുവായും കൊടുത്ത് വരുന്നവർക്കൊക്കെ കൈമടക്കും സമ്മാനവും കൊടുത്തിട്ട് 3 ലക്ഷം സ്വർണ്ണ നാണയം പ്രതിവർഷം ചെലവഴിച്ചിട്ടുള്ള അതിനു മുമ്പ് ആരും നടത്തിയിട്ടില്ല. അതാര് നടത്തിയതാ? ഹിജറ 300-ൽ വന്നതാകുന്ന ആര് നടത്തി? മുളഫർ രാജാവാണ് നടത്തിയത്. അതെന്താ മുമ്പ് നടത്താന്? ജീവിച്ചിരിപ്പില്ല അന്ന് ഇദ്ദേഹം ജനിച്ചിട്ട് വേണ്ടേ? മുളഫർ രാജാവ് ജനിച്ചതെന്നാ? 300-ലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് മുമ്പ് നടത്താൻ പറ്റാതിരുന്നത്. ആ മുമ്പുള്ളവരാരും എന്താ ഇതുപോലെ വിപുലമായി നടത്താനത്? മുമ്പുള്ളവരുടെ കയ്യിൽ ഇത്രയും കാശ് ഇല്ലായിരുന്നു. കാശുണ്ടെങ്കിലല്ലേ നടത്തുള്ളൂ. ഹിജറ 110-ൽ ജനിച്ചതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉഹദ് മലയോളം സ്വർണമുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാചരണത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു. ഉഹദ് മലയോളം 6 കിലോമീറ്ററോളം നീണ്ടു നടക്കുന്ന പ്രവിശാലമായ ഉഹദ് മലയോളം സമാനമായിട്ട് എനിക്ക് സ്വർണമുണ്ടെങ്കിൽ അത് പരിപൂർണമായി മുത്തുനബിയുടെ മൗലിദ് കഴിക്കാൻ ഞാൻ ചെലവാക്കുമായിരുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹിജറ 110-ൽ ഈ ലോകത്ത് നിലകൊണ്ടതായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാ. അപ്പൊ മുൻഗാമികൾക്ക് ആഗ്രഹമുണ്ട്, കൈ കാശില്ല. തലവാ ഉസ്താദിനെ നമ്മൾ പഠിക്കണം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ബഹുമാനപ്പെട്ടതാകുന്ന മുളഫർ രാജാവ് ഓതുന്നതായ ഗ്രന്ഥം ഷെയ്ഖ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ വലിയ സൂഫിയായ ഒരു വ്യക്തി മുത്തുനബിയെ കുറിച്ച് ഒരു മൗലിദ് രചിച്ചു. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങളെ കുറിച്ചുള്ള മദ്ഹുകൾ. അതിൽ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങളും ഉൾക്കൊള്ളിക്കുന്നു. അതുകൊണ്ട് തന്നെ മൗലിദ് എന്ന പേര് അതിന് വന്നു. മൗലൂദ് അല്ല. ഇതെങ്ങനെ? മൗലിദ് അങ്ങനെ പറയണ്ടേ? ചിലർ ഇപ്പോഴും നോട്ടീസ് മൗലൂദ് എന്ന് എഴുതി വെക്കും. തെറ്റാണത്. മൗലിദ് എന്നാണ് അത് പറയുക തന്നെ വേണ്ടത്. അങ്ങനെ തന്നെ എഴുതിയും വെക്കണം.